ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഷഹന അജ്മൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മൾ ഇന്നലെ ഇക്കയുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ. തൊടുപുഴ മൂലമറ്റം റൂട്ടിലുള്ള കോളപ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവൻ്റെ വീട്. അപ്പോൾ അവൻ്റെ വീട്ടിൽ പോണ വഴിക്കാണ് നമ്മുടെ മലങ്കര ഡാമും അതിൻ്റെ അടുത്തുള്ളൊരു പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേർക്ക് അവിടെ നിന്ന് പാർക്കിൽ കയറണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആ വന്ന വഴിക്ക് അവിടെ കയറിയതാണ്. അപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വന്ന വഴിക്കൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ മഴ കാണല്ലേ എന്ന് പറഞ്ഞാണ് വന്നത്. കാരണം പിള്ളേർ വരാമെന്ന് ആശിച്ചിരിക്കുന്നതുകൊണ്ട് മഴ പെയ്യല്ലേ എന്നുള്ളൊരു ഇതായിരുന്നു നമുക്ക്. അപ്പോൾ പാസ്സൊക്കെ എടുത്ത് നമ്മളങ്ങോട്ട് കയറിയിട്ടുണ്ട്. കയറുമ്പോൾ തന്നെയാണ് പാർക്ക്. ഡാമിൻ്റെ ഷട്ടറും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴാണ്. അപ്പോൾ ഈ കണ്ണാണ് പാർക്കിൽ. അപ്പോൾ നമുക്ക് തിരിച്ചു വരുമ്പോൾ കയറാം. അല്ലെങ്കിൽ 5:30 ആകുമ്പം ഡാമിൻ്റെ അങ്ങോട്ടുള്ള എൻട്രി ക്ലോസ് ചെയ്യുമെന്ന് അവിടെ നിന്ന് സെക്യൂരിറ്റി പറഞ്ഞുകൊണ്ട് നമ്മൾ ഡാമിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പം നമ്മളോർത്തു ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു പോകാനുള്ള ദൂരം ഉള്ളൂ എന്ന് ഓർത്തേ. അപ്പോൾ ഇക്കാന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടന്നു പോകാമെന്നും പറഞ്ഞ് ഞങ്ങളെല്ലാവരും പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി നിൽക്കുന്നതാണ്. അപ്പം അവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് ഇങ്ങനെ കാണുമായിരുന്നേ. അവിടെയാണ് അതിലെ 2 ഇത്താമാർ നടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞു പാർക്കിൻ്റെ ഡാമിൻ്റെ അങ്ങോട്ടേക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, അപ്പോൾ ഇവിടെ ഇട്ടിട്ട് നടന്നു പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇക്ക വണ്ടി എടുക്കാൻ പോയപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് അങ്ങോട്ട് നടന്നതാണ്. അപ്പോൾ ഈ കാണുന്നതാണ്, ഇതൊരു ബോട്ട് ജെട്ടിയായിരുന്നു, ബോട്ടിംഗ് ഒക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു. പക്ഷേ എന്തോ അപകടങ്ങളോ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടായിരിക്കും ഇപ്പോൾ അത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ബോട്ട് ജെട്ടിയിൽ ഇറങ്ങരുതെന്നും അതുപോലെ തന്നെ വെള്ളത്തിൽ ഇറങ്ങരുതെന്നൊക്കെയുള്ള ബോർഡുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിള്ളേരോട് ഞാൻ ആ കൈവരിയിൽ കയറരുതെന്ന് പറഞ്ഞിട്ട് അവരതിൽ കയറി. അപ്പോഴാണ് ആ ബോർഡുകളൊക്കെ ശ്രദ്ധിച്ചത്. വെള്ളത്തിൽ ഇറങ്ങരുതെന്നും അതുപോലെ ബോട്ട് ജെട്ടിയിൽ ഇറങ്ങരുതെന്നൊക്കെ എഴുതി ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാ അപകടങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും സാധ്യതകളുള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോഴേക്കും ഇക്ക വണ്ടി എടുത്തുകൊണ്ട് വന്നപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറി അങ്ങനെ ഡാമിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പം കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അതെവിടെയൊക്കെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. 5:30 ആകുമ്പോൾ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് വേഗം അങ്ങോട്ട് പോയിട്ട് തിരിച്ച് പാർക്കിലേക്ക് വരാമെന്ന് വെച്ച് അങ്ങനെ. അപ്പം ഞങ്ങൾ നടന്നു പോകണത് അങ്ങോട്ട് കയറി. ഇതാണ് എൻട്രൻസ് വരുന്നത്. നമ്മുടെ മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്റ്റ് എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് എല്ലായിടത്തും. ഇപ്പോൾ ഈ ഏപ്രിൽ വിഷു ആകാറായപ്പോഴേക്കും കൊന്നകളൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. ഇനിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കേ, എങ്ങനെയുണ്ട് എന്നൊക്കെ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഡാമിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഡാമിൻ്റെ ഇതെല്ലാം കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് വന്ന് അതേ പാർക്കിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ പാർക്കിൽ കളിക്കണം എന്നും പറഞ്ഞ് വലിയ ആശിച്ച് വന്നതാണ്. അപ്പോൾ അവർ കളിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അവരിതേ അങ്ങോട്ട് ഓടിയിട്ടുണ്ട്. ഞങ്ങൾ പുറകെ നടന്ന് എത്തുന്നേ ഉള്ളൂ. ചെറിയ കുറച്ച് റൈഡുകളൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ നല്ല മനോഹരമാണ് കാണാൻ. അവിടെ ഇരിക്കാനുള്ള ബെഞ്ചുകളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറേ മരങ്ങളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടെ ഫ്രണ്ട്സ്.